നമസ്കാരം. സ്റ്റാർട്ട് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബലിപ്പെരുന്നാളിന്റെ നിറവിൽ ഇസ്ലാം മത വിശ്വാസികൾ ആർഭാടം കുറച്ച് വെള്ളപ്പൊക്ക ദുരിതം അനുഭവിക്കുന്ന സഹജീവികളോട് കരുണ കാണിക്കുവാൻ വിശ്വാസികളോട് പാളയം ഇമാം. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോലീസുകാരുടെ നേതൃത്വത്തിൽ വൻതോതിൽ സഹായമെത്തുന്നു. ക്യാമ്പുകളിലേക്ക് വേണ്ട അവശ്യ വസ്തുക്കളുടെ വൻ ശേഖരമാണ് പയ്യാവൂർ ജനമൈത്രി പോലീസും പൈസക്കരി ലയൺസ് ക്ലബും ചേർന്ന് സമാഹരിച്ചത്. കണ്ണൂർ കളക്ടറേറ്റിൽ നിന്നും സംസ്ഥാനത്തെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തുന്നത് കോടികളുടെ സഹായം. ജില്ലയുടെ അഭിമാനമായി കളക്ടർ മീർ മുഹമ്മദ് അലി. വാർത്തകൾ വിശദമായി. സഹജീവികളോടുള്ള സ്നേഹം മാതൃകയാക്കുക എന്ന സന്ദേശവുമായി ബലിപ്പെരുന്നാൾ. പ്രളയദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കണമെന്ന് പള്ളികളിലും ഈദ്ഗാഹുകളും വിശ്വാസികളെ അറിയിച്ചു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അശ്ഹദു അല്ലാ സാഹോദര്യ ബന്ധം ഊട്ടിയുറപ്പിച്ച് മനുഷ്യബന്ധങ്ങളെ ചേർത്ത് പ്രളയബാധിതരെ സഹായിക്കണമെന്ന് ഈദ്ഗാഹിലും പള്ളികളിലും രത്തീബമാർ വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു. ജീവിതത്തിൽ ഒട്ടേറെ അഗ്നിപരീക്ഷണങ്ങളെ നേരിട്ട ഇബ്രാഹിം നബിയുടെ മകന്റെ സമർപ്പണവും ഓർമ്മിപ്പിച്ചുകൊണ്ട് വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. കേരളം അനുഭവിക്കുന്ന പ്രളയ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രാർത്ഥനകൾക്കൊപ്പം ദുരിതാശ്വാസ നിധിയിലേക്ക് പിരിവ് നടന്നു. മക്കയിൽ പുണ്യ തീർത്ഥാടനത്തിനെത്തിയ 25 ലക്ഷം ജനസാഗരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയായിരുന്നു ഇസ്ലാം മതവിശ്വാസികൾ. മഴ കാരണം ഈദ്ഗാഹുകളിൽ നാമമാത്രമായി ആളുകൾ എത്തിയതുമെങ്കിൽ പള്ളികളിൽ പ്രാർത്ഥനയ്ക്ക് ആയിരങ്ങൾ എത്തി. പ്രളയബാധിതരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഹയ്യ അലസ്സലാത്ത്. ഇരിക്കൂർ MMI സ്കൂൾ കോംപ്ലക്സ് ഈദ്ഗാഹിൽ CK മുനവീർ മാസ്റ്ററും വളവുപാലം ഇസ്ലാഹി സെന്ററിൽ ഇബ്രാഹിം മാസ്റ്ററും മസ്ജിദുൽ മുജാഹിദീനിൽ ഷൗക്കത്ത് അലി മൗലവിയും പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. ദുരിതമനുഭവിക്കുന്നവർക്കൊപ്പം നിൽക്കണമെന്ന് പാളയം ഇമാം. പെരുന്നാളിന് ആഘോഷങ്ങൾ കുറച്ച് ദുരിതബാധിതരെ സഹായിക്കണമെന്ന് പാളയം ഇമാം അറിയിച്ചു. പ്രളയക്കെടുതി അനുഭവിക്കുന്ന സാഹചര്യത്തിലാണ് കേരളത്തിൽ ബലിപ്പെരുന്നാൾ എത്തിയിരിക്കുന്നത്. ദുരിതം അനുഭവിക്കുന്നവർക്കൊപ്പം നിൽക്കേണ്ട സന്ദർഭമാണിത്. ദുരിതബാധിതരെ ഒരിക്കലും കൈവിടില്ല. ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒപ്പം നിൽക്കുന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ നിന്ന് പെരുന്നാളാണെന്ന് കരുതി മാറി നിൽക്കാതെ എല്ലാ വിശ്വാസികളും പങ്കാളികളാകണമെന്നും പാളയം ഇമാം VP സുഹൈബ് മൗലവി പറഞ്ഞു. കേരളത്തിൽ പ്രളയം മതത്തിനും രാഷ്ട്രീയത്തിനും അതീതരായി എല്ലാ സഹോദരങ്ങളെയും ഒരുമിപ്പിച്ചിരിക്കുന്നു. പെരുന്നാൾ ആഘോഷത്തിനായി കരുതിയ പണം ദുരിതബാധിതർക്ക് നൽകണം.
പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും പാളയം ഇമാം കൂട്ടിച്ചേർത്തു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് സഹായഹസ്തവുമായി പയ്യാവൂർ ജനമൈത്രി പോലീസും പൈസക്കീഴ് ലയൺസ് ക്ലബും കൈകോർത്തു. അവശ്യവസ്തുക്കളുടെ ഒരു വലിയ ശേഖരമാണ് വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്താൻ പോകുന്നത്. പയ്യാവൂർ ജനമൈത്രി പോലീസിന്റെയും പൈസക്കീഴ് ലയൺസ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് വേണ്ടി സാധനങ്ങൾ ശേഖരിച്ചു. ഓരോ വ്യക്തികളും ക്യാമ്പുകളിൽ നിന്ന് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആവശ്യമായി വരുന്ന ബക്കറ്റുകൾ, ചൂലുകൾ, പാത്രങ്ങൾ എന്നിങ്ങനെ അനേകം അവശ്യ വസ്തുക്കളാണ് വിവിധ ക്യാമ്പുകളിലേക്ക് എത്തിക്കുന്നത്. പയ്യാവൂർ എസ് ഐ ജോൺസൺ അധ്യക്ഷനായ ചടങ്ങിൽ CI VV ലതീഷ് സാധനങ്ങൾ ഏറ്റുവാങ്ങി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പയ്യാവൂർ മേഖലയിലെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളും വ്യക്തികളും ഈ മഹത്തായ സൽക്കർമ്മത്തിന് സഹകരിച്ച് മുന്നോട്ട് വന്നു. നമ്മുടെ കേരളം 2 ആഴ്ചയോളമായി നേരിടുന്ന വലിയൊരു ദുരന്തം, ആ ദുരന്തത്തിൽ നിന്നും നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ വളരെ വേഗത്തിൽ തന്നെ കരകയറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ ഒരു ചെറിയ കേരളം എന്ന ചെറിയ സംസ്ഥാനത്ത്, ആ സംസ്ഥാനത്തിന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള വലിയ ഒരു സഹായം തന്നെയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അറിയപ്പെടാനോ അല്ലെങ്കിൽ പ്രശസ്തരായവരോ അല്ലാത്തവരോ അല്ലെങ്കിൽ പ്രശസ്തി ഉള്ളവരോ എല്ലാവരും തന്നെ കേരളത്തിന് വലിയ തോതിലുള്ള സംഭാവനകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ അധ്യക്ഷ പ്രസംഗം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഡിസ്ട്രിക്ട് പോലീസും ഈ ഒരു ഉദ്യമത്തിൽ വലിയ പങ്ക് വഹിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. മറ്റുള്ള തെക്കൻ ജില്ലകളിൽ നിന്ന് വിഭിന്നമായി താരതമ്യേന കുറച്ചു മാത്രം അപകടങ്ങൾ മാത്രമേ നമ്മുടെ നാട്ടിലും സമീപ പ്രദേശങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുള്ളൂ. എങ്കിൽ തന്നെയും ഇവിടെയുള്ള ജനങ്ങൾ, ഇവിടെയുള്ള കച്ചവടക്കാർ എല്ലാവരും തന്നെ തെക്കോട്ടുള്ള ആൾക്കാരെ, നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടും ഒന്നുമില്ലാത്ത ആൾക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി വലിയ തോതിലുള്ള സംഭാവനകളാണ് പോലീസിൻ്റെതായാലും ബാക്കി ആര് സമീപിച്ചു കഴിഞ്ഞാലും നിർലോഭമായി കൊടുക്കുന്നത്. SI ബാലകൃഷ്ണൻ, സജി മുല്ലക്കരി, എസ്തപ്പാൻ, ബെന്നി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. സംസ്ഥാനത്തിന് മുഴുവൻ മാതൃകയായി കണ്ണൂർ ജില്ലാ കളക്ടർ. കണ്ണൂർ കളക്ടറേറ്റിൽ നിന്നും കോടികളുടെ സഹായമാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കുന്നത്. ഇത് കണ്ണൂർ കളക്ടറേറ്റിൽ നിന്നുള്ള കാഴ്ചകൾ. കാലവർഷത്തിൽ ഏറെ ദുരിതമനുഭവിക്കുന്ന കേരളത്തിന് നിരവധി സഹായങ്ങളാണ് പല കോണുകളിൽ നിന്നായി ലഭിക്കുന്നത്. ഈ മഹത്തായ പ്രവൃത്തിക്ക് ശക്തിയേകുകയാണ് കണ്ണൂർ ജില്ലയിൽ. കണ്ണൂർ ജില്ലയ്ക്ക് സന്നദ്ധ പ്രവർത്തനങ്ങളിൽ പടത്തലവനായി കണ്ണൂർ ജില്ലാ കളക്ടർ മിർ മുഹമ്മദ് അലിയും രംഗത്തുണ്ട്. കണ്ണൂരിന്റെ MP PK ശ്രീമതിയും റവന്യൂ ഉദ്യോഗസ്ഥരും നിരവധി സന്നദ്ധ പ്രവർത്തകരും നേതൃത്വം നൽകിക്കൊണ്ട് ലോഡ് കണക്കിന് സഹായങ്ങളാണ് വിവിധ ജില്ലകളിലേക്ക് എത്തിക്കുന്നത്. ദുരിതം നേരിടുന്ന കേരളത്തിനായി ഏവരും ഒരു മനസ്സോടെ ഒന്നിക്കുകയാണ്. നിരവധി വ്യക്തികളും സ്ഥാപനങ്ങളും 2 കോടിയിലേറെ രൂപ കണ്ണൂർ കളക്ടറേറ്റിലേക്ക് എത്തിച്ചു. ഇതിനു പുറമെ സംസ്ഥാനത്തിന്റെ വിവിധ കോണുകളിലുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് വൻതോതിലുള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് കയറ്റി അയക്കുന്നുണ്ട്. ജില്ലാസ്ഥാനത്തെ ഈ മഹനീയ പ്രവൃത്തി 24 മണിക്കൂർ നീളുകയും ചെയ്യുന്നു. ഒപ്പം കളക്ടർ മിർ മുഹമ്മദ് അലിയും ഇവരോടൊപ്പം ചേരുന്നുണ്ട്. വിദ്യാർത്ഥികളും യുവതീ-യുവാക്കളും ഉദ്യോഗസ്ഥരും സന്നദ്ധ പ്രവർത്തകരും ഉൾപ്പെടെ സഹായകരുടെ വലിയ നിരയാണ് കണ്ണൂർ കളക്ടറേറ്റിൽ കാണാൻ കഴിയുക. ദുരിതം അത്ര തന്നെ നാശം വിതയ്ക്കാത്തത് കണ്ണൂരിനെ കൂടുതൽ സഹായങ്ങളിലേക്ക് അടുപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ജില്ലയിലെ വിവിധ താലൂക്കുകളിലും വ്യത്യസ്ത സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലും ഇതിനു പുറമെ സഹായങ്ങൾ മറ്റു നാടുകളിലേക്ക് എത്തുന്നുമുണ്ട്. ഓണം ബക്രീദ് ആഘോഷങ്ങൾ ഒരുമിച്ച് വന്നതോടെ കണ്ണൂർ നഗരത്തിൽ കർശന വാഹന നിരോധനവുമായി ട്രാഫിക് പോലീസ്. തിരക്കേറുന്ന കാട്ടൽ സ്റ്റേഡിയം പരിസരങ്ങളിൽ നിർദ്ദേശിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഓണം ബക്രീദ് ആഘോഷത്തോടനുബന്ധിച്ച് കണ്ണൂർ നഗരത്തിൽ ട്രാഫിക് പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. വാഹന തിരക്കും ഗതാഗത കുരുക്കും ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് നിയന്ത്രണം.
നഗരത്തിലെത്തുന്ന വാഹനത്തിൽ ഒറ്റയായി സഞ്ചരിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും പോലീസ് അധികൃതർ അറിയിച്ചു. തിരക്കുള്ള സമയങ്ങളിൽ നഗരത്തിലെത്തുന്ന ഇരുചക്ര വാഹനങ്ങൾ നിശ്ചിത സ്ഥലങ്ങളിൽ മാത്രമേ പാർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഫോർട്ട് റോഡ് പരിസരങ്ങളിലെത്തുന്ന വാഹനങ്ങൾ ഫോർട്ട് റോഡ്, SBI ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് എന്നിവിടങ്ങളിലും ബാങ്ക് റോഡിലെത്തുന്ന വാഹനങ്ങൾ അംബിക ജ്വല്ലറി പരിസരത്തും പാർക്ക് ചെയ്യാം. റെയിൽവേ സ്റ്റേഷൻ മുതൽ മുനീശ്വരൻ കോവിൽ വരെ എത്തുന്ന വാഹനങ്ങൾ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ജനതാ ഹാർവേഡിന് സമീപവും പ്ലാസ താവക്കര റോഡിലെത്തുന്ന വാഹനങ്ങൾ റെയിൽവേ മുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപവും പാർക്ക് ചെയ്യേണ്ടതാണ്. സ്റ്റേഡിയം ഭാഗത്തെത്തുന്ന വാഹനങ്ങൾ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലും ജില്ലാ ബാങ്ക് ഓഡിറ്റോറിയം റോഡിലും പാർക്ക് ചെയ്യേണ്ടതാണ്. ഇതുകൂടാതെ 4 ചക്ര വാഹനങ്ങൾക്കുമുണ്ട് നിയന്ത്രണം. കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ കനത്ത കാറ്റിലും മഴയിലും ഇരിക്കൂർ പാലം ജംഗ്ഷനിലെ താഹിറയുടെ വീട് തകർന്നു. അപകട സമയത്ത് വീട്ടിൽ ആരും ഇല്ലാത്തതിനാൽ ആളപായമില്ല. കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും കാറ്റിലും ഇരിക്കൂർ ടൗൺ ജുമാ മസ്ജിദിന് സമീപത്തെ പള്ളിക്കൽ ത്വാഹിറയുടെ വീട് തകർന്നു. സമീപത്തെ PK മുഹമ്മദ് കബീറിന്റെയും വീടുകൾ തകർന്നിട്ടുണ്ട്. അപകട സമയത്ത് വീട്ടുകാർ സമീപത്തെ ബന്ധുവീട്ടിലായിരുന്നതിനാൽ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. വ്യാഴാഴ്ച രാത്രിയായിരുന്നു അപകടം. രാത്രി ഉഗ്രശബ്ദത്തോടെയായിരുന്നു വീട് നിലം പൊത്തിയത്. വീട്ടുകാരും അടുത്ത വീടുകളിൽ ഉള്ളവരും ഓടി വന്നപ്പോഴേക്കും വീട് തകർന്നു കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. വീട്ടിലെ പല ഉപകരണങ്ങളും തകർന്നു. ഇരിക്കൂർ മേഖലയിൽ വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ശക്തമായ കാറ്റുണ്ടായിരുന്നു. വീടിന്റെ പഴക്കം മൂലമാണ് ഇത് നിലം പൊത്തിയത്. തകരുന്ന സമയത്ത് വീട്ടിൽ ഒരാൾ പോലും ഇല്ലാതിരുന്നത് ഗുണകരമായി. ഇവിടെ നമ്മൾ താമസിച്ച ഒരു വീട്ടിൽ പുറലോണ്ട് ഒഴിഞ്ഞു പോയോണ്ടാണ് ആൾക്ക് അപകടം ഇല്ലാണ്ടിരുന്നത്. പിന്നെ വ്യാഴാഴ്ച ദിവസമാണ് വീടുന്നത്. ആ സമയത്ത് കനത്ത മാറ്റമായുള്ള സമയത്താണ് വേറെ വീട്ടിലേക്ക് മാറി താമസിക്കുന്നത്. നിലവിൽ മറ്റൊരു വീട്ടിലേക്ക് ഇവർ മാറി താമസിക്കുകയാണ്. അടിയന്തരമായി സ്വന്തം കിടപ്പാടം തിരികെ ലഭിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഇവർ പറയുന്നു. പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കണ്ടകശ്ശേരി പാലത്തിലും പരിസരത്തിലും അടിഞ്ഞ മാലിന്യശേഖരം നീക്കം ചെയ്തു. എല്ലാ മഴക്കാലത്തും വെള്ളം കയറുന്ന പാലമാണ് പയ്യാവൂർ കണ്ടകശ്ശേരിയിലേത്. എന്നാൽ തുടരെയുള്ള ഉരുൾപൊട്ടലുകൾ ഇത്തവണ വെറും വെള്ളം മാത്രമല്ല, നിരവധി മാലിന്യങ്ങളും ഇവിടങ്ങളിൽ നിക്ഷേപിച്ചു. മാലിന്യങ്ങൾ പാലത്തിലും റോഡിലും വ്യാപിച്ചതോടെ ഇതുവഴിയുള്ള യാത്ര തന്നെ ദുഷ്കരമായി. ഈ പ്രതിസന്ധിക്കൊടുവിലാണ് പഞ്ചായത്ത് ഭരണസമിതി വൃത്തിയാക്കുന്നതിന് നേരിട്ട് രംഗത്തിറങ്ങിയത്. പ്രസിഡന്റ് AC ചുറ്റുപറമ്പിൽ 9, 10, 12 വാർഡുകളിലെ ADS ഭാരവാഹികൾ, CDS ചെയർപേഴ്സൺ സിനി P, മെമ്പർമാരായ ആഗ്നസ് വാഴപ്പള്ളി, ബിനോയ് ആലുകത്തടം എന്നിവർ ശുചീകരണ പ്രവർത്തികളിൽ പങ്കെടുത്തു. പുഴ നിറഞ്ഞു കവിഞ്ഞതിനെ തുടർന്ന് പഞ്ചായത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ മാലിന്യങ്ങൾ അടഞ്ഞിട്ടുണ്ട്. ഇവയെല്ലാം നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള നടപടികൾ പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ഇതോടെ പുതിയൊരു മാതൃകയ്ക്ക് കൂടിയാണ് ഇവർ തുടക്കം കുറിച്ചിരിക്കുന്നത്. പ്രളയത്തിൽ ആധാർ നഷ്ടപ്പെട്ടവർക്ക് ആശ്വാസ വാർത്ത. പുതിയ ആധാർ കാർഡിന് അപേക്ഷിക്കുന്നതിന് ഒരു തരത്തിലുള്ള ചാർജും ഈടാക്കില്ല എന്ന് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി വ്യക്തമാക്കി. ബാങ്കുകൾ, പോസ്റ്റ് ഓഫീസ് തുടങ്ങിയ കേന്ദ്രങ്ങൾ വഴി ആധാർ എൻറോൾമെന്റ് നടത്താമെന്നും അറിയിച്ചു. സംസ്ഥാനത്തുണ്ടായ പ്രളയക്കെടുതിയിൽ എല്ലാം നഷ്ടപ്പെട്ടവർ നിരവധിയാണ്. വർഷങ്ങളായി സ്വരുക്കൂട്ടി വെച്ച സമ്പാദ്യവും വീടും തകർന്നവർ ഇനി എന്തു ചെയ്യണം എന്ന ആശങ്കയിലാണ്. സമ്പാദ്യത്തോടൊപ്പം എല്ലാ രേഖകളും നഷ്ടപ്പെട്ടവരാണ് അധികവും. എന്നാൽ ദുരിതബാധിതർക്ക് ചെറിയ ആശ്വാസ വാർത്തയുണ്ട്. ആധാർ കാർഡ് നഷ്ടപ്പെട്ടവർക്ക് സൗജന്യ സേവനം നൽകാൻ ഒരുങ്ങുകയാണ് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി. ആധാറിനായി എത്തുന്നവരിൽ നിന്നും പണം ഈടാക്കില്ല. ഇത് സംബന്ധിച്ച് എൻറോൾമെന്റ് കേന്ദ്രങ്ങൾക്ക് UIDAI നിർദ്ദേശം നൽകി. സെപ്റ്റംബർ 30 വരെയായിരിക്കും സൗജന്യ സേവനം ലഭ്യമായിരിക്കുക. പുതിയ കാർഡ് ലഭിക്കുന്നതിനായി പേരും ബയോമെട്രിക് വിവരങ്ങളും നൽകണം. ബാങ്ക്, പോസ്റ്റ് ഓഫീസ് തുടങ്ങിയ കേന്ദ്രങ്ങളിൽ ആധാർ എൻറോൾമെന്റ് നടത്താൻ സാധിക്കും. ഓണത്തിന് അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ സ്വന്തം ആവശ്യത്തിനനുസരിച്ചുള്ള പൂക്കൾ നിർമ്മിക്കുന്നതിന് ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പദ്ധതി അന്തിമഘട്ടത്തിൽ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ് പൂപ്പറിച്ച് ഉദ്ഘാടനം ചെയ്തു. ഓണാഘോഷത്തിനായുള്ള പൂക്കൾക്ക് ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ സ്വന്തമായി കൃഷി ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ പൂക്കാലം വരവായി പൂകൃഷിയുടെ വിളവെടുപ്പ് ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കല്ലേശ്ശേരി പഞ്ചായത്തിലെ ഇരുണാവിലെ കൃഷിയിടത്തിൽ 2 മാസം മുൻപ് പാലയാട്, ചാലോട് ഫാമുകളിൽ നിന്നും ഉത്പാദിപ്പിച്ച 1 ലക്ഷത്തിലധികം വിത്തുകളുമായാണ് പൂകൃഷിക്ക് തുടക്കം കുറിച്ചത്. ഓണം വ്യാപാരോത്സവം അല്ല, മറിച്ച് കാർഷികോത്സവമാണ് എന്ന ആശയവുമായാണ് ജില്ലാ പഞ്ചായത്ത് പദ്ധതി ആവിഷ്കരിച്ചത്. 40ഓളം സംഘങ്ങൾക്ക് കൃഷി ഓഫീസ് മുഖാന്തരമാണ് വിത്തുകൾ നൽകിയത്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP ദിവ്യ അധ്യക്ഷയായി. KP ജയബാലൻ മാസ്റ്റർ, VK സുരേഷ് ബാബു, TT റംല, K ശോഭ
എന്നിവരും ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബലിപ്പെരുന്നാളിന്റെ നിറവിൽ ഇസ്ലാം മത വിശ്വാസികൾ ആർഭാടം കുറച്ച് വെള്ളപ്പൊക്ക ദുരിതം അനുഭവിക്കുന്ന സഹജീവികളോട് കരുണ കാണിക്കുവാൻ വിശ്വാസികളോട് പാളയം ഇമാം. അഷ്ഹദു അന്ന മുഹമ്മദർ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോലീസുകാരുടെ നേതൃത്വത്തിൽ വൻതോതിൽ സഹായം എത്തുന്നു. ക്യാമ്പുകളിലേക്ക് വേണ്ട അവശ്യ വസ്തുക്കളുടെ വൻ ശേഖരമാണ് പയ്യാവൂർ ജനമൈത്രി പോലീസും പൈസക്കരി ലയൺസ് ക്ലബും ചേർന്ന് സമാഹരിച്ചത്. കണ്ണൂർ കളക്ടറേറ്റിൽ നിന്നും സംസ്ഥാനത്തെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തുന്നത് കോടികളുടെ സഹായം. ജില്ലയുടെ അഭിമാനമായി കളക്ടർ മീർ മുഹമ്മദ് അലി. വാർത്തകൾ സമാപിക്കുന്നു.